കേസുകളിലും എത്തി നിൽക്കുന്നു. പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവരെ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും തനിക്കെതിരെയുണ്ടായ അപവാദ പ്രചാരണങ്ങളിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആൽബം ഗായകൻ സലിം കോടത്തൂർ പരാതിപ്പെട്ടു. ആൽബങ്ങളിലൂടെ ശ്രദ്ധേയനായ ഗായകൻ സലീം കോടത്തൂരാണ് ഈ രംഗത്തെ കുടിപ്പകയുടെ ഏറ്റവും പുതിയ ഇര. സ്ത്രീ പീഡന കേസുകളിൽ പ്രതിയാണെന്നും മാരക രോഗത്തിന് അടിമയാണെന്നുമാണ് നേരത്തെ നവമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നതെങ്കിൽ വ്യാജവാർത്തയിൽ മനംനൊന്ത് ഗായകൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത. ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകളുടെ പേരുപയോഗിച്ചാണ് പ്രചാരണം. ഇതിനെതിരെ സൈബർ സെല്ലിൽ പരാതി നൽകി. ആൽബം രംഗത്ത് തന്നെയുള്ള മറ്റൊരു ഗായകനാണ് തനിക്കെതിരെയുള്ള അപവാദ പ്രചാരണങ്ങൾക്ക് പിന്നിൽ. പ്രതിയെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് സലീം കോടത്തൂർ പരാതിപ്പെടുന്നു. ഞാൻ കോഴിക്കോട് സൈബർ സെല്ലിൽ പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് അതിന്റെ യഥാർത്ഥ എഡിറ്റ് ചെയ്ത പ്രതി പോലീസ് കമ്മീഷണർക്ക് മുമ്പ് കീഴടങ്ങുകയും അത് ആര് പറഞ്ഞിട്ടാണ് ചെയ്യിപ്പിച്ചതെന്നും പിന്നെ ആർക്കാണ് അത് എഡിറ്റ് ചെയ്ത് കൊടുത്തതെന്നൊക്കെ മൊഴി കൊടുത്തിട്ടും പിന്നീട് കമ്മീഷണറുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സൈബർ സെല്ലിന്റെ ഭാഗത്തുനിന്നോ ഒരു നിയമ നടപടികളൊന്നും ഉണ്ടായില്ല. വ്യാജ പ്രചാരണങ്ങൾക്കിടെ സലീം കോടത്തൂർ കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ ദിൽസെ എന്ന സംഗീതാസ്വാദകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തു. അപവാദ പ്രചാരണങ്ങളെക്കുറിച്ച് പരാമർശിക്കവേ പൊതുവേദിയിൽ വെച്ച് ഗായകൻ വിതുമ്പി. ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ. മാമ്പഴങ്ങളുടെ രുചിപ്പെരുമയുമായി ദോഹയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ മാംഗോ